നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രൂപയും ചന്ദ്രസേനും കിരണും കല്യാണിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രസേനും പറഞ്ഞു, അതെ പ്രകാശനെ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ. പറഞ്ഞത് കേട്ടല്ലോ. കൂടുതൽ അടുപ്പൊന്നും കാണിക്കാനായിട്ട് മോള് പോണ്ട. മോളുടെ സ്വഭാവം ആയതുകൊണ്ട് പറഞ്ഞതാ. ചിലപ്പോ മോൾക്ക് ഇത്തിരി സിമ്പതി അങ്ങോട്ട് കൂടുമെന്നൊക്കെ പറയണം. പിന്നീട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രൂപ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണെങ്കിലും പ്രകാശം വിക്രമത്തിനെ കൊല്ലണമെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. കാരണം ഒന്നുമല്ലെങ്കിലും മോനല്ലേ എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് കിരൺ പറഞ്ഞു, അല്ല അങ്ങനെ കൊല്ലണമെന്ന് ഞാനും പറയുന്നൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. അവനെ പോലൊരു ദുഷ്ടൻ ഇറങ്ങി കഴിയുമ്പോൾ അവനോടൊപ്പം ചേരാതിരുന്നാൽ മാത്രം മതി എന്ന് പറയാണ്. പിന്നീട് രൂപ പറഞ്ഞു, നിങ്ങളെല്ലാം വന്നതല്ലേ, ഇനിയിപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് സമാധാനത്തോട് പോയാൽ മതിയെന്ന് കല്യാണിനും കിരണോടും കൂടെ പറയാണ്. ആ സമയത്ത് മനോഹർ ഭയങ്കര ഗെറ്റപ്പില് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും ശാരി എന്നിട്ട് ചോദിച്ചു, അല്ല നീ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുക. എങ്ങോട്ടാന്നോ, ഇനി അധികം വൈകാതെ അമേരിക്കയ്ക്ക് പോവല്ലേ. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ടെന്ന് പറയണം. അമേരിക്കയ്ക്കോ? പിന്നല്ലാതെ. പിന്നെ നിങ്ങളുടെ മോളെയും കെട്ടിപ്പിടിച്ച് ഞാൻ ഇവിടെ ഇരിക്കുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷ? അതൊരിക്കലും ഇല്ലാന്ന് പറയണം. ആ സമയത്താണ് സരു സ്റ്റെയർ കേസ് ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്നത്. സരു കേട്ടു അവരുടെ രണ്ടുപേരുടെ സംസാരം. ആ സമയത്ത് ശാരി പറഞ്ഞു, നീ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. എൻ്റെ മോളുടെ ജീവിതം നീ തകർക്കരുതെന്ന് പറയണം. അവള് മാത്രല്ല, അവൾക്കൊരു കുഞ്ഞും കൂടെ ഉണ്ട്. ആ ഒരു ചിന്ത വേണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മനോഹർ പറഞ്ഞു, കുഞ്ഞ് മാനസമ്മളുടെ കാര്യല്ലേ. ഇതുപോലെ എത്ര കുഞ്ഞ് എവിടേക്ക് എനിക്ക് കിടക്കുന്നു. അത് മാത്രമല്ല, മാനസമ്മളുടെ കാര്യത്തിൽ മാത്രം എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിട്ടുള്ളൂ. എന്തോ അവളെ പിരിയുമ്പോൾ ഒരു വിഷമമുണ്ട്. സാധാരണഗതി ഞാൻ എവിടെയെങ്കിലൊക്കെ കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നതല്ല എന്ന് പറയണം. ശാരി പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാടാ. പക്ഷെ ഒരു കാര്യമുണ്ട്. നീ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളോട് എന്ത് സമാധാനം പറയും. അവളാണെങ്കിൽ അമേരിക്കയ്ക്ക് പോകാമെന്നും പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുക. ഇനി അമേരിക്കയ്ക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നീ അവളെ ഉപേക്ഷിച്ചിട്ട് പോയെന്നറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം അവൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ഈ പറഞ്ഞ കണക്ക് നീ എവിടെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളോട് എന്ത് സമാധാനം പറയും എന്നോർത്തിട്ട് ഞാൻ ഇരിക്കണേന്ന് പറയാം. നിങ്ങൾ എന്തേലുമൊക്കെ പറയാം. എനിക്കിപ്പോൾ അവളുടെ കാര്യം നോക്കാനൊന്നും സമയമില്ല. അല്ലെങ്കിൽ അവളെ പോലുള്ള ഒരുത്തിന് ഇനി എനിക്ക് ചുമക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരയുവിന് ഭയങ്കര ദേഷ്യമായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് സരയു അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഈ സമയം ശാരി ചോദിച്ചു, അല്ല മോളെ നീ ഇതെങ്ങോട്ടോ ഒരുങ്ങി? എന്താ ഞാൻ എപ്പോഴും ഈ വീട്ടിൽ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കണോ എന്ന് നിർബന്ധം ഉണ്ടോന്ന് ചോദിക്കുക. അല്ല ഇപ്പൊ എപ്പൊ നോക്കിയാലും മോള് പുറത്തേക്കൊക്കെ പോകുന്ന കാണാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം. അതെ എനിക്ക് പുറത്തു പോകേണ്ട കുറച്ച് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ദിവസം അമേരിക്കയ്ക്ക് പോവല്ലേ. കുഞ്ഞിനും എനിക്കും കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പർച്ചേസിന് പോവാന്ന് പറയണം. അല്ല മോളെ അത്രയൊക്കെ എടുത്തു കൂട്ടേണ്ട കാര്യമുണ്ട്. അതെന്താ ഞാൻ പിന്നെ പോകുമ്പോ എന്നെ ഡ്രസ്സ് കൊണ്ടാതെ പോണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ് സരയു. ഇത് കേട്ടപ്പോൾ ശാരിക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നീട് സരയു അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് മനോഹർ എന്ത് ചെയ്യണം, മരിയേം കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. മരിയേം കൂട്ടിക്കൊണ്ട് നേരെ പോകുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ്. ആ സമയത്ത് സരയു അങ്ങോട്ടേക്ക് തന്നെ ചെന്നു. പിന്നെ ഡ്രൈവർ ചോദിച്ചു, അല്ല മോടെ ഇനി അങ്ങോട്ടാ പോണ്ടെന്ന് വെക്കും. ഇടോ മരമണ്ട, അകത്തേക്ക് കയറ്റി നിർത്ത. ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ വാറൊക്കെ വന്നിട്ട് തനിക്കൊന്നും മനസ്സിലായില്ലേ, അവിടെ എവിടെയെങ്കിലും ഒതുക്കി നിർത്താൻ പറയണം. അങ്ങനെ അയാൾ അതിന്റെ അകത്തേക്ക് കയറ്റി നിർത്തി. ഈ സമയത്ത് സരയു ഇറങ്ങി. സരയു നോക്കി കഴിയുമ്പോഴത്തേനും മരിയയുടെ കൈ പിടിച്ച് മനോഹർ അകത്തേക്ക് പോകുന്ന കാഴ്ചയെ കണ്ടേ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സരയുവിന് ഭയങ്കര ടെൻഷനായി. ഇവൻ തന്നെ പറ്റിച്ചോണ്ടിരിക്കുക. തന്നെ മാത്രമല്ല തന്റെ മോളെ. ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇവനിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് സരയു വിചാരിക്കുകയാണ്. പിന്നീട് സരയു ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് മരി വെച്ചു, അല്ല ഇതെന്താ ഇങ്ങോട്ടേക്ക് വന്നേ? ഈ കട വേണ്ടായിരുന്നു, നമുക്ക് കുറച്ച് വലിയ കടയിലേക്കൊക്കെ പോയാൽ മതിയായിരുന്നു പറയാം. അതെന്താ ഈ കടയ്ക്ക് കുഴപ്പം? അല്ല ഈ കട അത്ര നല്ല കടയാന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. അതെ വേറെ ഒന്ന് രണ്ട് വലിയ കടകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ സ്ഥിരം പോകുന്ന. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ അമ്മാവന്റെ മക്കളൊക്കെ ഉണ്ട്, അവൾമാരൊക്കെ കണ്ട പ്രശ്നവും. അതുകൊണ്ടാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകാത്തെന്ന് പറയാം. അവൾമാര് കണ്ടാ പിന്നെ നൂറ് നൂറ് ചോദ്യങ്ങളോ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും അറിയാലോ. പിന്നെ എനിക്ക് മരിയെ കല്യാണം കഴിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം. ആണോ? ഓ അതെനിക്ക് അറിയില്ലായിരുന്നു പറയണം. അതുകൊണ്ടല്ലേ ഞാൻ മരിയയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ. അല്ലെ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മരിയ അങ്ങോട്ട് വിശ്വസിച്ചു. മരിയയ്ക്ക് അറിയത്തില്ലോ ഈ പറഞ്ഞ ഇവന്റെ കള്ളത്തരമൊക്കെ എത്രമാത്രം വലുതാന്നുള്ള കാര്യം. പിന്നീട് എന്ത് ചെയ്യുവാണ്, അവരങ്ങ് ഷോപ്പിലേക്ക് കയറി മരിയയ്ക്ക് വേണ്ടി സാരിയും ബാക്കി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണം.
ആ സമയത്ത് സരയു അങ്ങോട്ട് കയറി വന്നു. സരയു അതെല്ലാം നോക്കി നിൽക്കുകയാണ്. വഞ്ചകൻ, ഇവന് ഇതുപോലെ എത്ര പെൺകുട്ടികളെ ഈ കടയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ഒരെണ്ണത്തിനെയല്ല 9 എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. എല്ലാത്തിനെയും നശിപ്പിച്ചൊരു പരുവാക്കിയിട്ട് അവൻ നല്ല വെള്ള ചമഞ്ഞ് നിൽക്കുന്നു. ഇനിയിപ്പൊ ഈ പെണ്ണിന്റെ കൂടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ അതിനുള്ള പദ്ധതികളും പ്ലാനുകളും ഇവൻ തയ്യാറാക്കുന്നത്. ഇവനെ വെറുതെ വിട്ടുകൂടാ. ഇവനിട്ട് നല്ല 8ന്റെ പണി തന്നെ കൊടുക്കണം എന്ന് സരയു വിചാരിക്കുകയാണ്. ആ സമയം മനോഹർ ഭയങ്കര സന്തോഷത്തിൽ ഓരോ ഡ്രസ്സും എടുത്ത് മരിയയ്ക്ക് വെച്ച് നോക്കണം. കൊള്ളാം, ഇതൊക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പോഴാണ് മിന്നായം പോലെ ആ സരയു അങ്ങോട്ട് പാസ് ചെയ്യുന്നതായിട്ട് തോന്നിയത്. ഇത് സരയുവാണോ? എന്റെ കർത്താവേ, പെട്ടോ എന്നൊരു ചിന്ത മനോഹറിന്റെ മനസ്സിലുണ്ടാവുകയാണ്. മനോഹർ പെട്ടെന്ന് എന്ത് ചെയ്യണം, ഒരു നിമിഷം അങ്ങോട്ട് ചുറ്റും നോക്കി. അതിനുശേഷം മരിയോട് പറഞ്ഞാതെ ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാന്ന് പറയണം. അതിനെന്താ മനുവേട്ട, പോയിട്ട് വരാൻ പറയണം. അങ്ങനെ മനോഹർ അങ്ങോട്ടേക്ക് മാറി. മരിയ അവിടെ നിന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങി. മരിയയ്ക്ക് അറിയത്തില്ലല്ലോ. പിന്നീട് മനോഹർ ഇങ്ങനെ അങ്ങോട്ടോട് നോക്കി ചെല്ലുവാണ്. അവളാന്ന് തോന്നി ഇങ്ങോട്ട് വന്ന് കണ്ടു. പക്ഷെ ഇപ്പൊ കാണുന്നില്ലോ എന്നോർത്ത് നോക്കുമ്പോഴത്തേനും സരയോ അവിടെ നിൽക്കുന്നു. സരയോ മനോഹരനെ കണ്ട ഭാഗത്തേക്ക് അടുത്തേക്ക് വന്നു. ആഹാ, ഇത് മനുവേട്ടോ? അല്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് മനുവേട്ടം മനസ്സിലാക്കിയിട്ട് വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അതെ അതെ, മോളും ഇങ്ങോട്ട് വന്ന് കയറുന്ന കണ്ടു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം. അല്ല, മനുവേട്ടൻ എങ്ങനെയാ വന്നേ? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിന്റെ വണ്ടിക്കാന്ന് പറയാം. ഓ അങ്ങനെയല്ലേ. ഞാൻ കരുതി മനുവേട്ടന് വേറെ ഇനിയിപ്പം വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വന്നോ അങ്ങനെയൊക്കെ ചിന്തിച്ചെന്ന് പറയണം. ഇപ്പോഴൊക്കെ എന്തൊക്കെ അറിയണം എന്ന് മനോഹർ ചിന്തിക്കുകയാണ്. അല്ല, നീ എന്താ മോളെ ഇവിടെ? അത് പിന്നെ നമ്മൾ അമേരിക്കക്ക് പോലെ കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം, എനിക്കും വേണം മോൾക്കും വേണം, അതിനു വേണ്ടി വന്നാന്ന് പറയണം. മനുവേട്ടൻ വന്നോണ്ട് കുഴപ്പമില്ല, ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ആളായല്ലോ എന്ന് പറയണം. അത് മോളെ ഒത്തിരി ഒന്നും വലിച്ചു വാരി എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല മനുവേട്ട, നമ്മൾ പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ, കൂടുതൽ മനുവേട്ടനും കുറച്ച് എടുക്കണം. മനുവേട്ടന് സെലക്ട് ചെയ്യാനായിട്ട് ഇനി എനിക്ക് എളുപ്പമുണ്ട്. മനുവേട്ടൻ വന്നപ്പോൾ അളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇട്ട് നോക്കിയിട്ട് എടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറയണം. മനോഹർ പെട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് വാഷ് റൂമിൽ പോയ മനോഹറിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഇവിടെ പോയി എന്നോർത്തുകൊണ്ട് ഇങ്ങനെ മരിയ നിൽക്കുകയാണ്. അപ്പം മരിയയുടെ കുറെ ഡ്രസ്സുകളെല്ലാം അവര് എടുത്ത് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിട്ടും കണ്ടില്ല. വാഷ്റൂമിൽ പോയിട്ട് ഇത്ര താമസം ഒന്നും മരിയയ്ക്ക് മനസ്സിലായില്ല. മരിയ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് മനോഹർ എന്ത് ചെയ്യണം, കുറെ ഡ്രസ്സുകൾ കുഞ്ഞിനുള്ള പെട്ടെന്ന് വാരി കൂട്ടി എടുക്കുകയാണ്. ഇത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വാരി എടുക്കുകയാണ്. സരുവിന് മനസ്സിലായി മനോഹറിന്റെ വെപ്രാളം എന്താന്ന്. അവളെങ്ങാനും ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും, അതുകൊണ്ടാണ്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണം, കിടന്ന് നന്നായിട്ട് ഉരുകണം. ഈ സമയം സരയു പറഞ്ഞു, ധൃതിയൊന്നുമില്ല എനിക്ക്. എന്താ മനുവേണ്ണു വല്ല ധൃതി ഉണ്ടോ നിൽക്കും? അല്ലാതെ പിന്നെ ഞാൻ അതെ ഇതൊരു പതുക്കെ എടുത്താൽ മതി, ഇത്ര സാവകാശം എല്ലാം സെലക്ട് ചെയ്തെടുത്താൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ മനോഹറിന്റെ അവിടെ ഇട്ട് വെള്ളം കുടിപ്പിച്ചു. അവസാനം മരിയാണ് നോക്കിയെന്ന് മടുത്തിട്ട് മരിയ ബില്ലും കൊടുത്തിട്ട് നേരെ കാറിനടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഇതുവരെയായിട്ട് ഇത് എവിടെ പോയി? വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ലോ. ആ സമയത്ത് മനോഹർ പതുക്കെ എന്ത് ചെയ്യണം, ഞാൻ സരയുവിനോട് പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് നേരെ വാഷ്റൂമിലേക്ക് പോയി. വാഷ്റൂമിലേക്ക് പോയിട്ട് മരിയ ഫോൺ ചെയ്യണം. അതെ മോളെ മരിയെ, ഞാനിവിടെ പെട്ടെന്ന് പറയണേ. പെട്ടോ? എങ്ങനെ? അത് പിന്നെ എൻ്റെ ഒരു അമ്മാവിൻ്റെ മോൾ ഇവിടെ ഉണ്ട്, അവളെന്നെ കണ്ടു, ആകെപ്പാടെ പെട്ട അവസ്ഥയിലാ. ഞാനിവിടെ വാഷ്റൂമിൽ നിന്ന് ഇരിക്കുക, എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ലെന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേട്ടോ, ഇങ്ങനത്തെ ഊടായ്പ പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെ ശരിയാവണേ എന്നൊക്കെ ചോദിക്കണം. ഒന്നും ക്ഷമിക്കുമോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ കാലേ കയ്യെ വീഴുവാണ്. പിന്നീട് മനോഹർ പുറത്തിറങ്ങി വന്നപ്പോഴത്തേനും സരയ പറഞ്ഞു, എന്നാ ശരി നമുക്ക് പോയാലോ എന്ന് ചോദിക്കണം. അങ്ങനെ പോകാന്ന് പറയണം. അങ്ങനെ ബില്ലൊക്കെ മനോഹറിന്റെ കയ്യിലേക്ക് കൊടുത്തു. മനോഹർ അതെല്ലാം പേ ചെയ്തു. ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സരയ പറഞ്ഞു, ഇനിയിപ്പം മനുവേട്ടന് പോകാൻ കാറില്ലല്ലോ, എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടേയാക്കണമെന്ന് പറയണം. അത് പിന്നെ എനിക്ക് ഹോട്ടലിലേക്ക് പോയാൽ മതി, എനിക്ക് ഇവിടെ നിന്ന് വണ്ടി കിട്ടും, ഞാൻ പോയിക്കോളാം എന്ന് പറയാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോൾ തന്നെ വന്ന് ടാക്സി വിളിച്ചിട്ടാ, ആ ടാക്സിക്ക് പോയാൽ മതി, മനുവേട്ടൻ ഇങ്ങോട്ട് വാ കയറാൻ പറയാണ്. അങ്ങനെ മനോഹറിനെ വിളിച്ച് കാറിനകത്തേക്ക് കയറുവാണ്. മനോഹർ നിന്ന് ഉരുകുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം മരിയ അപ്പുറം മാറി നിൽക്കുന്നുണ്ട്. ദൈവമേ, ഈ പെട്ടുപോയല്ലോ എന്നൊരവസ്ഥയായിപ്പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.